ഈശോയെ, അങ്ങ് ഈ മക്കൾക്ക് എന്താഗ്രഹിക്കുന്നുവോ അന്ന് ഈ മക്കളുടെ ആത്മാവിലും മനസ്സിൽ നിറച്ച് ഈ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് അവിടെ പോയപ്പോൾ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് യേശുവോട് പറഞ്ഞു, സ്ത്രീയെ എന്റെ അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഈശോയില് സ്നേഹമുള്ള സഹോദരങ്ങളെ, തത്തമ്പള്ളി ആലപ്പുഴയാണ് എൻ്റെ വീടെങ്കിലും ഇവിടെ ഞാൻ വന്ന് രാത്രിയിലും പകലും വചനം പ്രഘോഷിച്ചിട്ടുണ്ട്. വളരെ കുഞ്ഞിലെ തന്നെ സൈക്കിളിൽ ഇവിടെ ശുശ്രൂഷയ്ക്ക് വരുമായിരുന്നു. എങ്കിലും തിങ്കളാഴ്ച ദിവസം പ്രസംഗിക്കുന്നത് ആദ്യമായിട്ടാണ്. വലിയ സന്തോഷത്തോടെ നിൽക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ പരിശുദ്ധ അമ്മയെപ്പറ്റി, യേശുവിനെ പറ്റി സംസാരിക്കുവാനായിട്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് കേട്ട വചനഭാഗം ഗലീലയിലെ കാനായിൽ നടന്ന വിവാഹവിരുന്നിനെ പറ്റിയാണ്. ഒരുപക്ഷെ ഇത് പല പ്രാവശ്യം കേട്ട ഒരു ഭാഗമാണ്. ഒത്തിരി ചിന്തിച്ച, ഒത്തിരി പ്രശ്നങ്ങൾ കേട്ട ഒരു വചനഭാഗമാണ് നമ്മൾ ഇന്ന് വീണ്ടും ധ്യാനിക്കുക. നമ്മുടെ ഈ സദസ്സിൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഈ വീടുകളിൽ, എൻ്റെ സ്വന്തം വീട്ടിൽ പോലും ചിലപ്പോൾ ചില ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഭക്ഷണ വസ്തുക്കൾക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ട്. വിവാഹത്തിനാകാം, മനസ്സമ്മതത്തിനാകാം, മാമോദിസയ്ക്കാകാം. പക്ഷേ അതിൻ്റെ പേരിൽ ആ കുടുംബങ്ങൾക്ക് തകർച്ചയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അതന്ന് ഒന്ന് പറഞ്ഞു, അത് കഴിഞ്ഞു എന്നല്ലാതെ വലിയ വിഷയമായിട്ടും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ കാനായിലെ വിവാഹവിരുന്നിൽ അങ്ങനെയുള്ളൊരു സാഹചര്യമല്ല. നമുക്ക് അതിൻ്റെ ശരിക്കുമുള്ള യഹൂദ പശ്ചാത്തലം മനസ്സിലാക്കിയാലേ അതിൻ്റെ ആ ഗൗരവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. യഹൂദ പശ്ചാത്തലത്തിൽ, അവരുടെ പാരമ്പര്യത്തിൽ 8 ദിവസം കൊണ്ടാണ് വിവാഹം പൂർത്തിയാക്കുക. വിവാഹ ദിനങ്ങൾ പൂർത്തിയാക്കുന്ന 8 ദിവസം കൊണ്ടാണ്. ആ 8 ദിവസവും അവിടെ ചെല്ലുന്ന മക്കൾക്ക് കൃത്യമായിട്ട് കൃത്യ അളവിൽ, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് കൃത്യ അളവിൽ വീഞ്ഞ് കൊടുക്കാനുണ്ടായിരിക്കണം. അത് അവരുടെ യഹൂദ നിയമമാണ്. പെസഹായ്ക്ക് 8 ഗ്ലാസ് വീഞ്ഞ്, വിവാഹത്തിന് 8 ഗ്ലാസ് വീഞ്ഞ്, അങ്ങനെയുള്ള നിയമമുണ്ട് അവർക്ക്. ആ നിയമം അനുസരിച്ചുള്ള വീഞ്ഞ് ഉണ്ടായിരിക്കണം, സുലഭമായിരിക്കണം അത്. അപ്പം ഈ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോയെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഏതോ ഒരു പട്ടിണിയുള്ള പാവപ്പെട്ടൊരു വീടായിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും മിച്ചമാണ് വരിക. അപ്പം യഹൂദ പാരമ്പര്യം അനുസരിച്ച് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് എല്ലാം തീർന്നു പോകുന്ന രീതിയിലുള്ള ഒരവസ്ഥയാണ്. വളരെ ഭക്ഷണത്തിൽ, പ്രത്യേകിച്ച് കർമ്മത്തിൽ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന വസ്തുക്കളിലൊന്നാണ് വീഞ്ഞ്. അതുകൊണ്ടാണല്ലോ ഈശോ മിശിഹ പെസഹ ആചരിച്ചപ്പോൾ കുർബാനയ്ക്ക് പോലും വീഞ്ഞ് ഉപയോഗിച്ചത് കൊണ്ടാണല്ലോ. അപ്പോൾ ആ വീട് അവിടെ അന്ന് വെള്ളം വീഞ്ഞാക്കപ്പെട്ടില്ലെങ്കിൽ ആ കുടുംബം ശപിക്കപ്പെട്ട വീടായി, തകർന്നു പോയ വീടായി, ദൈവത്തിൽ ഉപേക്ഷിക്കപ്പെട്ട വീടായി എന്നും കരുതപ്പെടുമെന്ന് അറിയാമായിരുന്ന അമ്മ അവിടെ ഇടപെടുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മളവിടെ കാണുന്ന പ്രത്യേകത, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അന്ന് പരിശുദ്ധ അമ്മ യേശുവിൻ്റെ അമ്മ മാത്രമായിരുന്നു. പക്ഷെ ഈശോ മിശിഹ തൻ്റെ കുരിശുമരണത്തിലൂടെ ഏകജാതനായ അവിടുന്ന് ആദിജാതനായിക്കൊണ്ട് നമ്മുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരനായി മാറിയപ്പോൾ അമ്മ ഈശോയുടെ മാത്രം അമ്മയല്ല, IMSൻ്റെ അമ്മയായി, നമ്മുടെ എല്ലാവരുടെയും അമ്മയായി മാറി. ആ അമ്മ അവിടെ ഉണ്ടായിരുന്നു.
അതാണ് ആ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറുന്നത്. നമുക്കറിയാം ആ സംഭവം അല്ലേ? തീർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും ഉപേക്ഷിക്കപ്പെട്ടെന്ന് ദൈവം ശപിച്ച കുടുംബമാണെന്ന് മനുഷ്യൻ പറയാൻ പോകുന്ന കുടുംബത്തില് ആ കുടുംബത്തെ പിടിച്ചുയർത്തുവാൻ പരിശുദ്ധ അമ്മ ഈശോയോട് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുകയാണ്. സ്ത്രീയുള്ളവരെ, രണ്ടാമത്തെ പ്രത്യേകത, യേശുവും ശിഷ്യന്മാരും അവിടെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ യേശു ക്ഷണിക്കപ്പെട്ടിരുന്നു, പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. നമ്മുടെ ഭാഷ പറഞ്ഞാൽ വിശുദ്ധരും മാലാഖമാർ ആ സാന്നിധ്യമായിട്ടും നമ്മുടെ വിശുദ്ധര് അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം പത്രോസ്ലീഹായും പൗലോസ്ലീഹയും ഇന്ന് വിശുദ്ധരാണല്ലോ. അന്നുണ്ടായിരുന്ന പൗലോസ്ലീഹ ഒഴിയുള്ള ശിഷ്യന്മാരെല്ലാം വിശുദ്ധരായിരുന്നല്ലോ, നമുക്കറിയാം. അപ്പോൾ അവരെല്ലാം ക്ഷണിക്കും. നമ്മുടെ ജീവിതത്തിൽ ഓരോ യാത്രയിലും ഓരോ സ്റ്റെപ്പിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഈശോ മിശിഹായുടെ നിരന്തരമായിട്ടുള്ള ആ നാമത്തിലുള്ള വിശ്വാസവും ആ പ്രാർത്ഥനയും ആ വിസ്തൃതമുള്ള വണക്കം, മാനകമുള്ള സ്നേഹം നമുക്ക് ഉണ്ടാകണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ ഈശോ പറയുകയാണ്, ഈശോ സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് സ്നേഹമുള്ളവരെ, അന്ന് ഈശോ മിശിഹ അതിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ അന്ന് വെള്ളം വീഞ്ഞാക്കില്ലായിരുന്നു. ഒരുപക്ഷെ ഈശോ അന്ന് സമയം മുമ്പോട്ട് ആക്കിയില്ലായിരുന്നെങ്കിൽ ഈശോ മിശിഹയ്ക്ക് ഈ ഭൂമിയിൽ കുറച്ചുകൂടെ ജീവിക്കാൻ പറ്റുമായിരുന്നു. തൻ്റെ രക്ഷാദൗത്യം ഈശോ മുമ്പോട്ടാക്കി നേരത്തെ മരിക്കേണ്ടി വന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന്റെ വില എത്ര വലുതാണെന്ന് ചിന്തിക്കുകയാണ് സ്നേഹമുള്ളവരെ. അവസാനം അമ്മ വിശ്വാസത്തോടെ പറയുകയാണ്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവേൻ. നമുക്കറിയാം, വരുന്ന മാസം സെപ്റ്റംബർ മാസം 1-ാം തീയതി നമ്മൾ നോയമ്പ് ആചരിക്കുകയാണ്. 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനനത്തിനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. മിക്ക പള്ളികളിലും ആഘോഷമുണ്ട്. നമ്മളെല്ലാം നോയമ്പെടുക്കുന്നവരാണ്. എൻ്റെ ഓർമ്മയെ കണ്ടിട്ട് എൻ്റെ വീട്ടിൽ നോയമ്പെടുക്കാറുണ്ട്. നമ്മളെല്ലാവരും നോയമ്പെടുക്കുന്നവരാണല്ലേ, ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. അപ്പം അമ്മയുടെ അവസാനത്തെ ഉപദേശമാണ്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ഭാഗത്ത് കാണുന്ന പ്രത്യേകത, ഈശോ അവരോട് പറയുകയാണ്, കൽഭർണിയിൽ വെള്ളം നിറയ്ക്കുവിനെന്ന്. ഞാൻ കൊച്ചായിരിക്കുമ്പോൾ, ഞാൻ അത്തരപാലനൊക്കെ ആയിരുന്ന സമയത്ത് പലപ്പോഴും ഈ ഭാഗം വായിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വായിക്കുക ഈ ഭാഗം. അപ്പം എൻ്റെ മനസ്സിലെ കൽഭർണി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ വീട്ടിൽ ഉപ്പുമാങ്ങയ്ക്ക് വേണ്ടി മാങ്ങ ഉപ്പിലിടുന്ന ഭരണിയാണ് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരിക. കൽഭരണി എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര അറിയാവും. പക്ഷെ നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനത്തെ കുഞ്ഞു ഭരണിയല്ല. യഹൂദ പാരമ്പര്യം അനുസരിച്ച് പുരുഷന്മാർ ഒരു വീട്ടിൽ കർമ്മത്തിന് ചെല്ലുമ്പോൾ, അല്ലെ ഫംഗ്ഷന് ചെല്ലുമ്പോൾ, അവരുടെ കൈകളും കാലുകളും കഴുകാനായി വലിയ പാത്രങ്ങളിൽ, വലിയ ഭരണികളിൽ അവർ വെള്ളം നിറച്ച് വെക്കുമായിരുന്നു. അങ്ങനത്തെ 1-2 ഭരണിയല്ല, 6 കൽഭരണികൾ. ഈശോ പറയാണ്, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന്. ബൈബിൾ എന്താണ് പറയുക? അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ടതാ. അവര് പെരുപെരുത്തുകൊണ്ട് മുറിപെരുത്തുകൊണ്ട് ഒരാൾ വന്നിരിക്കുന്നു, ഞങ്ങൾ മടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഒപ്പിച്ചൊഴിക്കുകയല്ല ചെയ്തത്. അവരെന്ത് ചെയ്തു? അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഈശോ അതുവരെ യാതൊരു അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പോലും എന്തോ ഒരു ആത്മാവിൻ്റെ പ്രേരണയാൽ അവർ ഈശോയെ അനുസരിക്കുകയാണ്. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. പിന്നെ ഈശോ പറയുകയാണ്, അത് പകർന്ന് കളർക്കാരൻ്റെ അടുത്ത് എത്തിക്കാൻ പറയുകയാണ്. ബൈബിളിൻ്റെ വചനം പറയുന്നുണ്ട്, അവർ അപ്രകാരം ചെയ്തു. അവർ അപ്രകാരം ചെയ്തു. സ്നേഹമുള്ളവരെ, നമ്മൾ ബൈബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി 1-ാം അധ്യായം മുതൽ വെളിപാട് വരെ ആരെല്ലാം ദൈവത്തെ തൻ്റെ വാക്കുകൾ അപ്രകാരം അനുസരിച്ചുവോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അറിയാം, ആദം ഹവ്വ അനുസരണക്കേടിനാൽ ശാപങ്ങൾ വരുത്തിയപ്പോൾ, മരണം വരുത്തിയപ്പോൾ, പാവം വരുത്തിയപ്പോൾ, തകർച്ച വരുത്തിയപ്പോൾ, മാതാവും എൻ്റെ സുതനായ ഈശോ മിശിഹ, കർത്താവായ ഈശോ മിശിഹ പിതാവിനെ അനുസരിച്ചുകൊണ്ട് അതിന് പരിഹാരം ചെയ്യുകയാണ് ചെയ്തത്. ഈശോ പറയുന്ന അവസാനത്തെ ഒരു ഭാഗമുണ്ട് ശിഷ്യന്മാരോട്, ഞാൻ പഠിപ്പിച്ചെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ എന്ന്. അപ്പം അനുസരണയിലൂടെ ഉള്ളൊരു ഒരു 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 അനുഗ്രഹമാണ് ഇവിടെ കാണിച്ചിരിക്കുക സ്നേഹമുള്ളവരെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധ അമ്മയുടെ മാതൃക, ഈശോ മിശിഹായുടെ മാതൃക
യൗസേപ്പ് പിതാവിൻ്റെ മാതൃക പലപ്പോഴും അർത്ഥപ്പെടുന്ന കാര്യമാണ്. യൗസേപ്പ് പിതാവ് ആ സ്വപ്നങ്ങളിലൂടെ കിട്ടുന്ന അന്ന് കരിസ്മാറ്റിക് ധ്യാനങ്ങളൊന്നുമില്ല അല്ലേ, നമുക്കറിയാം. ആ സ്വപ്നങ്ങളിലൂടെ കിട്ടുന്ന 2-3 വെളിപ്പെടുത്തലുകളാണ്. ഞാൻ ഇസ്രായേലിൽ നിന്ന് അവിടെ നിന്ന് തന്നെ അവിടേക്ക് ഈജിപ്തിലേക്ക് യാത്ര ചെയ്ത് പോവുകയുണ്ടായി. അവിടെ ഞാൻ പോയി കാണാൻ കർത്താവ് എന്നെ അനുവദിച്ചു. ചിന്തിക്കാറുണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷം 110ഉം 120ഉം കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ബസ്സുകൾ യാത്ര ചെയ്ത് പോകുമ്പോൾ അവിടെ എല്ലാം മരുഭൂമികളാണ്. ഒരുപക്ഷെ അനേകം മണിക്കൂറുകൾ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു കടയോ ഒരു മനുഷ്യനെയോ കണ്ടുമുട്ടുക. അപ്പം ഞങ്ങൾ യാത്ര ചെയ്ത് പോയപ്പോൾ കുറേ വണ്ടികൾ ഒരുമിച്ച് വന്നിട്ട് പിന്നെ പോലീസ് അകമ്പടിയോടുകൂടിയാണ് ഞങ്ങൾ പോയത്. കാരണം വെച്ചാൽ അവിടെ എല്ലാം ഈ കൊള്ളക്കാരുടെ ശല്യമുണ്ട്. ഇപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഇത്രയും ഒന്നും വഴിയോ ഒന്നും ഇല്ലാത്ത സമയത്ത് യൗസേപ്പിനോട് മാലാഖ പറയുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ അവിടെയും കൊണ്ട് കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോവുക. ഈ യൗസേപ്പ് പിതാവ് മറ്റൊന്നും ആലോചിക്കുന്നില്ല. യൗസേപ്പ് പിതാവ് അക്ഷരം പ്രതി പിതാവായ ദൈവത്തെ അനുസരിച്ച് ഈശോയുടെ വളർത്തുപിതാവായി ഇന്നും സ്വർഗത്തിൽ വിരാജിക്കുവാൻ ഭാഗ്യം ലഭിക്കുകയാണ്. ഞാൻ ഈജിപ്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ച, ഈജിപ്തിൽ ഈശോ മിശിഹായും പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും ജീവിച്ച മുറി കാണാനായിട്ട് ദൈവം അനുവദിച്ചു. നമ്മുടെ ഈ സ്റ്റേജിൻ്റെ 4/1 എല്ലാം കൂടെ താമസിക്കുന്ന മുറിയും ഭക്ഷണം ഉണ്ടാക്കുന്ന മുറിയും കിടക്കുന്ന മുറിയും എല്ലാം കൂടെ അത്രേ ഉള്ളൂ. ആ മുറിയിലാണ് ഈശോ പരിശുദ്ധ അമ്മയെ പരിശുദ്ധിയായി സൂക്ഷിച്ചുകൊണ്ട് ഈ യൗസേപ്പ് പിതാവ് വ്രതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവിടെ ജീവിച്ചത്. പരിശുദ്ധ അമ്മ യൗസേപ്പ് പിതാവിനെ തൻ്റെ വ്രതം ജീവിക്കുവാൻ അനുവദിച്ചുകൊണ്ട് അവിടെ ജീവിച്ചത് ഈ ചെറിയ പ്രദേശത്താണ്. നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന വാർത്തകൾ എത്രയോ കഠോരമാണ്. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്. ഈ സമയത്ത് ഇവരുടെയൊക്കെ ഈ മാതൃക നമ്മുടെ ജീവിതത്തിൽ എത്രയോ വലിയ ഉദാഹരണങ്ങളാണ്. സ്നേഹമുള്ളവരെ, ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളോർക്കും ഞാൻ ഒരു വലിയ മരിയ ഭക്തനാണ് അല്ലെങ്കിൽ ആയിരുന്നെന്ന്. ഞാൻ ഒരു വലിയ മരിയ ഭക്തനാണ്, പക്ഷെ ആയിരുന്നില്ല. ഞാൻ ആലപ്പുഴ ST കോളേജിലാണ് എൻ്റെ ഡിഗ്രി പഠനമൊക്കെ പൂർത്തിയാക്കിയത്. അതിനുശേഷം സിമേലിലേക്ക് പോവുക. അങ്ങനെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് കുറച്ച് പെന്തക്കോസ് സഭയിലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് ഞാനിങ്ങനെ വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനയ്ക്കൊക്കെ പോവും. അവർക്കിങ്ങനെ നമ്മൾ ഈ ഇന്നത്തെ കരിസ്മാറ്റിക് സ്റ്റൈലിലുള്ള ചെണ്ടയും പാട്ടുമൊക്കെ ഉണ്ടാകും. അതിനുശേഷം സൗഹൃദമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ പോകും. അപ്പോൾ എന്നോട് എൻ്റെ പെന്തക്കോസ് സഭയിലെ ഫ്രണ്ട്സ് പറഞ്ഞു, എടാ നീ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കൊന്നും വേണ്ട, പരിശുദ്ധ അമ്മ മൊട്ടത്തോടാന്ന് പറഞ്ഞു. നീ പൊട്ടത്തിലൊന്നും കാണിക്കേണ്ട, നീ ഈശോയോട് മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആ യൗവന കാലഘട്ടം അപ്പോൾ എനിക്കും ശരിയായിട്ട് തോന്നി. അപ്പം ഞാനും ഇച്ചിരി പ്രാർത്ഥനയിലൊക്കെ ഇങ്ങ് ഡിമ്മായി. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹമെല്ലാം അല്പം ഒന്ന് കുറഞ്ഞ്, പ്രാർത്ഥനയൊക്കെ അല്പം ഒന്ന് കുറഞ്ഞ് അങ്ങനെ പോയി. പക്ഷേ പരിശുദ്ധ അമ്മ ഒരിക്കലും എന്നെ കൈവിട്ടില്ല. ഞാനിങ്ങനെ ക്രമേണ വൈദികനായ സാഹചര്യത്തിൽ വികാരിച്ചനായി. അപ്പോൾ ഈശോ മനഃപൂർവ്വം എന്നെ ഒരു മരിയ ഭക്തനാക്കാൻ വേണ്ടി തന്നെ ആദ്യം അപ്പോയിൻ്റ് ചെയ്തത് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള പള്ളിയിലേക്കാണ്. കൊച്ചച്ഛനായിട്ട് വീട്ടിൽ എന്നെ വികാരിയായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നതും പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള പള്ളിയിലേക്കാണ്. അങ്ങനെ ഈശോ അത് മനഃപൂർവ്വം ചെയ്ത് ഇങ്ങനെ വികാരിയായ സമയത്ത് ചില പ്രതിസന്ധികൾ, ചില പ്രയാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ കാണാൻ വേണ്ടി പോകും. LSDP സഭയിലെ ഇപ്പോൾ ജനറലമ്മ റോസലിയമ്മ, ചില അൽമായ സഹോദരങ്ങൾ, ചില വൈദികർ, നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം വലിയ സങ്കടത്തോടെ പറയുമ്പോൾ അവർ കൂളായിട്ട് പറയും, അച്ഛാ ഒരു കൊന്തയില്ലേ പ്രാർത്ഥിച്ച പോരെ. അപ്പം ഞാൻ ഞെട്ടിപ്പോകും. നമ്മൾ വലിയ പ്രശ്നമായിട്ട് ചെല്ലുമ്പോഴാണ് ഇവർ പറയുന്നത് ഒരു കൊന്തയില്ലെങ്കിൽ പ്രാർത്ഥിച്ച പോരെ. അങ്ങനെ പല പ്രാവശ്യം അനുഭവമായപ്പോഴും ഞാനിങ്ങനെ ശരിക്കും എൻ്റെ കണ്ണുകൾ തുറന്ന് നോക്കി വീക്ഷിച്ചപ്പോൾ ഞാൻ ഒരു സത്യം മനസ്സിലാക്കുകയാണ്. സ്നേഹമുള്ളവരെ, കൃപയുള്ളവരും എളിമയുള്ളവരും വിശുദ്ധിയുള്ളവരും വിവേകമുള്ളവരും നന്മയുള്ളവരും സ്നേഹമുള്ളവരും വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഉള്ളവരും എല്ലാം പരിശുദ്ധ അമ്മയുടെ ഭക്തരാണ്.
അത് വൈദികനായിക്കോട്ടെ, അത് സന്യാസിനികളായിക്കോട്ടെ, അൽമായ സഹോദരങ്ങളായിക്കോട്ടെ. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വിശുദ്ധനും ഭാഗ്യസ്മരണാർഹനുമായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കടന്നുപോയൊരു മാർപ്പാപ്പയാണ് വിശുദ്ധനായി ഇന്ന് സ്വർഗത്തിൽ വിരാജിക്കുന്നത്. ആ മാർപ്പാപ്പയുടെ ഭക്തി, വിശുദ്ധി അമ്മയുണ്ടായിരുന്ന വണക്കം, ആ വിധേയത്വം, ആ അമ്മയുള്ള ഭക്തി പ്രചരിപ്പിച്ചത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രകാശ രഹസ്യങ്ങൾ കൊണ്ടുവന്നത് പോലും ഈ മാർപ്പാപ്പയുടെ ഉൾക്കാഴ്ച നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ കൊന്തഭക്തിയിലേക്ക് വരാൻ തുടങ്ങി. ഇങ്ങനെ കൊന്തയെ ചരിത്രത്തിൽ മുമ്പോട്ട് പോകുന്ന സമയം ഒരിക്കൽ എന്നോടൊരു സിസ്റ്റർ പറഞ്ഞു, വലിയ പ്രതിസന്ധികളിൽ നമ്മളെ രക്ഷിക്കുവാൻ 25 മുഴുവൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടി ഒരു സഹോദരി വരികയാണ്, അപ്പനും അമ്മയായിട്ട് വരികയാണ്. ഈ കൊച്ചൊരു പ്രേമക്കേസിൽ പെട്ടുപോയിട്ട് അവിടെ തകർത്തരിപ്പണമായി എനിക്ക് സമയം രക്ഷിക്കാൻ യാതൊരു മാർഗവും കാണുന്നില്ല. അതുപോലെ അങ്ങ് പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്ന സമയം ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ 25 മുഴുവൻ കൊന്തയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സ്നേഹമുള്ളവരെ, അവരത് വിശ്വസിച്ചു. എന്നോടുള്ള സ്നേഹം, എൻ്റെ വാക്കുകളുടെ വിശ്വാസം, അവർ പോയി കൊന്തയിൽ തുടങ്ങി. 18ാമത്തെ കൊന്തയിൽ അവർ പ്രശ്നത്തിന് പരിഹാരമായി. അതെന്നെ വല്ലാതെ ആകർഷിച്ചു. അമ്മ മട്ടത്തോടല്ല, അമ്മ നിസ്സാരക്കാരി അല്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെങ്കൊച്ച് ഒരു പ്രേമക്കേസിൽപ്പെട്ട് മുതുകും തരിപ്പണമായി ആ പാടെ എല്ലാ പ്രശ്നങ്ങളുമായിട്ട് അവൾ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ അവളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു സംഭവം കിടക്കുന്ന സമയമാണ്, ചിന്തിച്ച സമയമാണ്. ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് പരിഹാരമുണ്ട്. ഇല്ലച്ചാ, അച്ഛൻ എന്നെ കേക്ക്. അവളെ കേട്ടപ്പോഴേക്കും മനസ്സിലായി പരിഹാരം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ഞാൻ പറഞ്ഞു, മോളെ നീ ഒരു 25 മുഴുവൻ കൊന്തയിൽ പ്രാർത്ഥിക്കുക, അതിനുശേഷം നീ വാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കും ആത്മഹത്യ ചെയ്യണ വേണ്ട തീരുമാനിക്കുക. ഇപ്പം നീ ആത്മഹത്യ ചെയ്യണ്ട. ഇവളും പോയി പ്രാർത്ഥിച്ച് 18 കൊന്ത കഴിഞ്ഞപ്പോൾ അവളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. എൻ്റെ വിശ്വാസം അങ്ങ് വർദ്ധിച്ചു. ഞാൻ പതുക്കെ ഒരു കൊന്ത ഭക്തനായിട്ട് മാറി. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴെല്ലാം ഞാൻ കൊന്തയില്ലേ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയിൽ ഒരു പള്ളിയിൽ സിരിതിരി പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ കോട്ടയം കളക്ടറേറ്റിന് മുമ്പിൽ നിന്ന് ഞാൻ കൊന്തയില്ലേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ലോഹയിട്ടുണ്ട്, കൊന്തയില്ലേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുമുണ്ട്. അവിടെ സിമിത്തിരി സ്ഥാപിക്കപ്പെട്ടു. വെഞ്ചരിപ്പ് ഞാൻ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോകുന്ന കാലഘട്ടം സ്നേഹമുള്ളവരെ. അപ്പം എൻ്റെ 2 പൊക്കിൽ എപ്പോഴും കൊന്ത കാണും. ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഈ വണ്ടാനം മെഡിക്കൽ കോളേജ്, അവിടെ എൻ്റെ സഹോദരിയുടെ മകള് കിടക്കുന്ന സമയത്ത് ഞാൻ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയിട്ട് ഇറങ്ങുമ്പോൾ ഒരു ഹൈന്ദവ മകള് എൻ്റെ വന്ന് ഒരു കൊന്ത ചോദിച്ചു. ഞാൻ ലോഹയിലായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോളെ കൊന്തയുണ്ട്, ഞാൻ ചൊല്ലിയ കൊന്തയാണ്, വിയർപ്പൊക്കെ പറ്റിയ കൊന്തയാണ്, കുഴപ്പമില്ല അച്ഛാ, കൊന്ത ഇങ്ങനെ തരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കൊന്ത കൊടുത്തു. ഞാൻ ചേർത്തല ഒരു പള്ളിയിലിരിക്കുന്നു. ഞാൻ അങ്ങ് പോവുകയും ചെയ്തു. 3-ാം ദിവസം എൻ്റെ ഇളയ സഹോദരി എന്നെ വിളിച്ചു, ചേട്ടായി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം, കുറച്ച് കൊന്ത കൂടെ കൊണ്ടുവരണം വരുമ്പോൾ. അത്രേ പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് നമുക്ക് ഈ ലോഹം മുഴുവൻ 2 പോക്കറ്റിലും കൊന്ത നിറച്ചുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അറിയുന്ന കാഴ്ച, ഈ ഹൈന്ദവ മകളുടെ കുഞ്ഞ് രോഗം മൂർച്ഛിച്ച് ഡോക്ടർ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഈ കൊന്ത കൊണ്ടുപോയി തലയ്ക്ക് കൊണ്ടുവെക്കുക. ഈ കൊന്ത അവിടെ വെച്ചപ്പോൾ കുഞ്ഞ് പതുക്കെ മരുന്നിനോട് പ്രതികരിച്ചു. 24 മണിക്കൂറിനകം ഈ കുഞ്ഞിൻ്റെ ആ അപകടനില മാറി. അപ്പോൾ ഈ സ്ത്രീക്ക് ഭയങ്കര വിശ്വാസമായി. ആ സ്ത്രീ അയൽക്കാരോടൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ കൊന്ത ചോദിച്ചു. അപ്പോൾ ഈ സഹോദരിക്ക് പേടിയായി, കൊന്തയെങ്ങാനും കൊടുത്താൽ എൻ്റെ കുഞ്ഞിന് അസുഖം വീണ്ടും ഉണ്ടാകുമെന്ന് ഭയപ്പെട്ട് ഈ സഹോദരി കൊന്ത കൊടുക്കുകയില്ല, അവിടെ നിന്ന് പോവുകയില്ല. അപ്പോൾ എൻ്റെ പെങ്ങൾ ഈ വിഷയം അറിഞ്ഞു. അങ്ങനെ ഞാൻ പോയി കൊന്തയെ കൊടുത്ത് ഇങ്ങനെ ഇറങ്ങിപ്പോരുമ്പോൾ എനിക്കൊരു ചെറിയൊരു അഹങ്കാരം എൻ്റെ മനസ്സിൽ. ഞാൻ ചെറിയ കൊന്ത കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോനെ, കൊന്ത ജപമാല പ്രാർത്ഥന പരിശുദ്ധമായ വചനം കോർത്തിണക്കിയതാണെന്ന് പറഞ്ഞു. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. അതൊരു ദൈവവചനമാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, അതൊരു ദൈവവചനമാണ്, അല്ലേ? അപ്പം നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്ന അത് മുഴുവനും
കർത്താവിൻ്റെ വചനങ്ങൾ കോർത്തിണക്കിയവയാണ്. അതിൻ്റെ ശക്തിയാണ് അവിടെ പ്രതിഫലിക്കുക എന്ന് പറയുകയുണ്ടായി. സ്നേഹമുള്ളവരെ, അങ്ങനെ ഈ പരിശുദ്ധ അമ്മയോടുള്ള അഗാധമായ ഭക്തിയും അഗാധമായ സ്നേഹം വന്നപ്പോൾ അമ്മയുടെ ഒരു ഭക്തിയുടെ പ്രചാരകനായി പരിശുദ്ധ അമ്മ മൊട്ടത്തോടായി ആണെന്ന് പറഞ്ഞിരുന്നത് ഞാൻ തന്നെ, അല്ല വിശുദ്ധ ഞാൻ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രചാരകനായി മാറുവാനായിട്ട് ദൈവം അനുവദിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരിക്കൽ വിശുദ്ധ ചതുർഥാണെന്ന് എൻ്റെ ഓർമ്മ, ഈ ദർശനം കാണുകയാണ്. സ്നേഹമുള്ളവരെ, ഈശോ ഇങ്ങനെ സ്വർണ്ണ നാണയങ്ങൾ എണ്ണുന്നു. വിശുദ്ധ ചതുർത്ഥി ചോദിച്ചു, ഈശോ നീ എന്താ ഈ നാണയങ്ങൾ എണ്ണുന്നത്? അപ്പോൾ ഈശോ പറയുകയാണ്, നീ ചൊല്ലിയ ഓരോ നന്മ നിറഞ്ഞ മറിയവും നിന്റെ സ്വർഗയാത്രയ്ക്കുള്ള വണ്ടിക്കൂലിയാണ്. ഓരോ സ്വർണ്ണ നാണയവും നീ ചൊല്ലിയതെല്ലാം എൻ്റെ കയ്യിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശുദ്ധയെ ഈശോ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ സ്വർഗീയ യാത്രയ്ക്കായിട്ട് നമുക്കൊരു സ്വർണ്ണ നാണയം ഈശോയ്ക്ക് കൊടുക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നമുക്ക് ഒന്നുകൊണ്ട് ചൊല്ലിയിട്ട് നമുക്കൊരു പാട്ട് പാടി കർത്താവിനെ ആരാധിച്ചിട്ട് നമുക്ക് ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എഴുന്നേറ്റ് നിന്നൊരു പാട്ട് പാടിയിട്ട് നമുക്ക് ഇരിക്കാം അല്ലേ? നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല, ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമനാഥന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു, ജീവമനാഥന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും.
ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുമേ. ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുമേ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മരമേ ഭയമൊന്നും വേണ്ടിനിയും, സീയോൻ യാത്രയതിൽ മരമേ ഭയമൊന്നും വേണ്ടിനിയും. യേശുവേ ഈശോയുടെ സ്നേഹമുള്ളവരെ, പച്ചൻ ക്ലാസ്സിൽ പറയുകയുണ്ടായി തൊട്ടു മുമ്പ് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മനോഭാവം. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ആ പരിശുദ്ധ അമ്മയുടെ കളരിയിൽ ആ മടിയിലിരുന്ന് വളർന്ന ഈശോ മിശിഹ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഗത്സമനയിൽ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ മക്കൾ വിശുദ്ധരാകണമെങ്കിൽ, ജ്ഞാനവും വിവേകവും അഭിഷേകവും നേടണമെങ്കിൽ അവർ ഈശോയുടെ സ്പർശനമേക്കണം. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ മക്കളെ ഏൽപ്പിച്ചാൽ, ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, പരിശുദ്ധ അമ്മ ഈശോയിൽ എത്തിച്ചോളും. പരിശുദ്ധ അമ്മ എപ്പോഴും തിരുക്കുമാരനെ കാണിച്ചു കൊടുക്കുന്ന അമ്മയാണ്. നമുക്ക് വേറെ ചിന്തകളൊന്നും അമ്മയുടെ മനസ്സിലില്ല. എപ്പോഴും ഒറ്റ വിചാരമേ ഉള്ളൂ, എൻ്റെ തിരുക്കുമാരൻ. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു അനുഭവം സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പതുക്കെ ഈ ടോപ്പിക്കൊന്ന് മാറ്റുകയാണ്. ഞാൻ IMSൻ്റെ മദർ ഹൗസിലാണ് എൻ്റെ ഫിലോസഫി പഠിച്ചത്, കാശിയിൽ, വാരാണസിയിൽ. അപ്പം ഞങ്ങൾ 23 പേരൊരു ബാച്ചിലുണ്ട്. ഞാൻ താമസിച്ചാണ് സെമിനാരിൽ ചേർന്നത്. ഡിഗ്രി കഴിഞ്ഞാണ് സെമിനാരിലേക്ക് പോകുന്നത്. അപ്പം എൻ്റെ കൂടെയുള്ള 22 ബ്രദേഴ്സും UPയിൽ പഠിച്ച് അവിടെ തന്നെ +2 പഠിച്ച് പാസ്സായവരാണ്. ഞാൻ ഇവിടുന്ന് ഡിഗ്രി 1 എല്ലാം കഴിഞ്ഞ് പോയതാണ്. അപ്പോൾ ഇവർക്ക് 22 പേർക്ക് നല്ലപോലെ ഹിന്ദി അറിയാം. എനിക്ക് ഹിന്ദി ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ സാറ് പഠിപ്പിക്കാൻ വേണ്ടി ഇടുമ്പോഴേക്ക് സാറ് ഹിന്ദി പഠിപ്പിക്കുമ്പം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സാറ് തമാശ പറയുമ്പോഴേക്ക് ഇവരിരുന്ന് ചിരിക്കും, ഞാൻ പൊട്ടനെ പോലെ ഇരിക്കും, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പരീക്ഷ ആയപ്പോഴേക്കും ഇവർക്കെല്ലാം നല്ല മാർക്കോടെ പാസ്സായി. എനിക്ക് 10 മാർക്ക് പോലും കിട്ടിയില്ല. അതുകൂടാതെ അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ സാഹചര്യങ്ങൾ, UPയിലെ അവസ്ഥകൾ, ചൂട് ഒന്നും എനിക്കങ്ങോട്ട് നിതരമായ രോഗത്തിന് കാരണമായി. എന്നെ ആകപ്പാടെ ഒരു 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 അങ്കലാപ്പാക്കിലാക്കി. എനിക്കൊരു അച്ഛനാകാൻ പറ്റുമോ? അപ്പോൾ 1ാം വർഷം ഫിലോസഫി ആയിട്ടുള്ളൂ, പിന്നെ റിയൻസി ഉണ്ട്, പിന്നെ തിയോളജി പഠനം എല്ലാം കൂടെ 8 വർഷം ഇനിയുമുണ്ട്, 7 വർഷത്തോളം ഇനിയുമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ ശക്തമായൊരു സംശയം, ഇന്ത്യൻ ഭാഷയായ ഹിന്ദി പഠിക്കാത്ത ഞാൻ എങ്ങനെയാണ് ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ സിറിയക്കും ഗ്രീക്കും ഹീബ്രുവും പഠിക്കുക? ഗ്രീക്കും ഹീബ്രുവും പഠിക്കാതെ ആരും അച്ഛനാകത്തില്ല. അത് കമ്പൽസറിയാണ്. എവിടെയാണെങ്കിലും പഠിച്ചേ പറ്റൂ. ഞങ്ങളെ സംബന്ധിച്ചോളം ഗ്രീക്കും ഹീബ്രുവും സിറിയക്കും പഠിച്ച് ആ ഭാഷയിൽ എഴുതി കാണിച്ച്, ആ ഭാഷയിൽ വചനം വായിച്ച് കേൾപ്പിച്ച്, ആ ഭാഷയിൽ സ്രോതസ്ഥലയെ നന്മ ചെറും ചൊല്ലി കേൾപ്പിച്ചാലേ അച്ഛനാകുള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഇത് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. ഹിന്ദി പഠിക്കാത്ത ഞാൻ എങ്ങനെയാണ് ഇത് പഠിക്കുക?
അങ്ങനെ ഞാൻ അവസാനം ഒരു 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 തീരുമാനമെടുക്കുകയാണ്, സെമിനാരിയിൽ നിന്ന് അങ്ങ് പോകാം. അങ്ങനെ 1-ാം വർഷം ഞാൻ പൂർത്തിയാക്കി. 97 ജൂൺ മാസം 2-ാം തീയതി ഞാൻ ഈശോയോട് പറഞ്ഞ്, ക്രൈസ്റ്റ് നഗർ സെമിനാരിയോടും യാത്ര പറഞ്ഞ്, പക്ഷേ മറ്റ് രക്തച്ചനോട് വീട്ടിലൊന്നും പറഞ്ഞില്ല. മനസ്സുകൊണ്ട് യാത്ര പറഞ്ഞ് ഞാൻ ട്രെയിൻ കയറി നാട്ടിലേക്ക് പോരുകയാണ്. കാരണം എന്നെക്കൊണ്ടൊരു വൈദ്യനാകുക അസാധ്യമാണ്. ജൂൺ മാസം 5-ാം തീയതി ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ, ഞാൻ അവധിക്ക് വരുന്നത് കൊണ്ട് എൻ്റെ പെങ്ങന്മാരും അളിയന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ 6 മക്കളാണ്. 2 അളിയന്മാർ 8 പേര്, അപ്പനും കുട്ടികൾ 10 പേര്. അപ്പം ഞാൻ തത്തമ്പിള്ള എൻ്റെ വീട്. അപ്പം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ഒരു ചോദ്യം ചോദിച്ചു എന്നോട്, നീ എന്നാണ് ഉടുപ്പെടുന്നത് എന്ന്. ഞാൻ സെമിനാരിയിൽ നിന്ന് പോരുക. എന്നോട് അച്ഛൻ ചോദിക്കുകയാണ്, നീ എന്നാ ഉടുപ്പെടുന്നത് ചോദിക്കുക. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് പറയണ്ട, ഞാനിങ്ങനെ പോന്നെന്ന് നാളെ പറയാം. അച്ഛൻ വല്ലോ അറ്റാക്ക് വിഷമല്ലോ ഉണ്ടായാലോ, പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നാളെ പറയാമെന്ന് കരുതി അന്ന് ഞാനൊന്നും പറഞ്ഞില്ല. സ്നേഹമുള്ളവരെ, അന്ന് രാത്രിയിൽ എൻ്റെ വീട്ടിലൊരു അത്ഭുതം സംഭവിച്ചു. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അച്ഛനോ കന്യാസ്ത്രീയോ ആകാൻ പോകുന്നുണ്ടെങ്കിൽ, പഠിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന വീട്ടിൽ നിങ്ങൾ പ്രാവർത്തികമാക്കണം. സാധാരണയുള്ള വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഒരു കാഴ്ച കാണുകയാണ്. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും എൻ്റെ അളിയന്മാരും കൈകൾ വിരിച്ചു പിടിച്ച് 10 നന്മ നിറഞ്ഞ എക്സ്ട്രാ ചെല്ലുന്നത് ഞാൻ കണ്ടു. അതുവരെ ഇല്ലാത്ത പ്രാർത്ഥന കൂട്ടിച്ചേർത്ത് ഞാൻ കണ്ടു. അതിനിടയ്ക്ക് എൻ്റെ ചേച്ചി അമ്മയോട് ചോദിക്കുകയാണ്, ജോഷിയോട് ഇതിനെപ്പറ്റി പറയണോ എന്ന്. അപ്പോൾ അമ്മ ചേച്ചിയോട് പറയുകയാണ്, പറയണ്ട, പ്രാർത്ഥിച്ചാൽ മതി എന്ന്. ഞാനത് കേൾക്കുകയാണ്. അപ്പോൾ എനിക്കൊരു തോന്നലുണ്ടാവുകയാണ്, എൻ്റെ ദൈവവിളിക്ക് വേണ്ടിയാണ് ഇവർ ഈ 10 നന്മ നിറഞ്ഞവർ ചെല്ലുന്നതെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പം ഞാൻ ഓർക്കുകയാണ്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു ദിവസം അച്ഛനാകാൻ പറ്റും. ഞാൻ പിറ്റേ ദിവസം ആരോടും പറയാൻ പെട്ടെടുത്ത് നേരെ സിനിമയിലേക്ക് പോയി. ഈ സംഭവം ഈ ഭൂമിയിൽ ആർക്കും അറിയില്ല. ഞാൻ കുമ്പസാരത്തിൽ പോലും പറഞ്ഞിട്ടില്ല. അറിയാവുന്നത് ഈശോയ്ക്കും എനിക്കും മാത്രമേ അറിയത്തുള്ളൂ. മാസങ്ങൾ കടന്നുപോയി. ഞാൻ ദൈവശാസ്ത്രം പഠിക്കാൻ വേണ്ടി പോയി. ഞാൻ ഹിന്ദി നന്നായിട്ട് പഠിച്ചു. ഞാൻ ഹിന്ദിയിൽ പ്രസംഗം പറയും, ഹിന്ദി ഞാൻ ഖുർആൻ അർപ്പിക്കും. ഇപ്പം ഹിന്ദി എനിക്ക് എക്സ്പേർട്ടാണ്. പിന്നെ ഞാൻ പഠിച്ചു, ഞാൻ ഹീബ്രു പഠിച്ചു, ഗ്രീക്ക് പഠിച്ചു, സിറിയക്ക് പഠിച്ചു. അച്ഛനായി എല്ലാം കഴിഞ്ഞ് ഞാൻ പതുക്കെ മുമ്പോട്ട് പോയി. ഞാൻ ഒരു ധ്യാനഗുരുവായിട്ട് മാറി. ഏതാണ്ട് 16 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ എന്നെ സ്നേഹിക്കുന്ന ഒരു ധ്യാനഗുരു സഹോദരനും അൽമായനും ഒരു മകളെ കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈ മകൾക്ക് ദർശനമുണ്ട്. ഈ സഹോദരിക്ക്, ഈ സഹോദരി ഞാൻ ആദ്യം കാണുക. ഈ സഹോദരിയോട് ചോദിക്കുകയാണ്, അച്ഛൻ്റെ സെമിനാരി ജീവിതത്തിനിടയ്ക്ക് പട്ടം വേണ്ടെന്ന് തീരുമാനിച്ചായിരുന്നെന്ന് ചോദിച്ചു. ഞെട്ടിപ്പോയി. കാരണം ഇവിടെ ഇരിക്കുന്ന സഹോദരൻ എന്നെ ഒത്തിരി ബഹുമാനിക്കുന്ന ആളാണ്. എനിക്കങ്ങ് ആപ്പയുടെ ചമ്മലായി, ആപ്പയുടെ വിഷമമായി. ഞാൻ പറഞ്ഞ്, ആ ചേച്ചി അങ്ങനെ തോന്നിയായിരുന്നു എന്ന് പറഞ്ഞ്, എനിക്ക് ഈ സംഭവത്തെ ഒന്ന് മാറ്റിക്കളയണം, അത് നിങ്ങൾ പോട്ടെ, ഇനി ഒന്നും പറയണ്ട. അപ്പം ചേച്ചി, അല്ലല്ല, ഞാൻ ദർശനം കാണുന്നല്ലോ, അച്ഛൻ്റെ വിളി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചായിരുന്നോ? പെട്ടുപോയ അവസ്ഥയായി, ഇനി ഇങ്ങ് സങ്കടമായി. ഞാൻ പറഞ്ഞ, ചേച്ചി അങ്ങനെ തോന്നിയായിരുന്നു കേട്ടോ, അങ്ങനെ തോന്നിയായിരുന്നു. ഇനി ചേച്ചി ആ വിഷയം ചോദിക്കുന്ന എൻ്റെ ആഗ്രഹം. പക്ഷെ ചേച്ചി പിന്നെ 3ാമത് ചോദിക്കുകയാണ്, ഇല്ല, ഞാൻ ദർശനം കാണുന്നു, അച്ഛൻ്റെ ഈ സെമിനാരി യാത്ര മധ്യേ അച്ഛൻ പട്ടം വേണ്ട തീരുമാനിച്ചായിരുന്നു, അച്ഛൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചായിരുന്നു, ദർശനം കാണുന്നു. പിന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ, പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായി ചേച്ചി, ശരിയാണ്. പക്ഷെ പിന്നെ പറഞ്ഞതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അപ്പോൾ ചേച്ചി ഒരു ദർശനം കാണുകയാണ്. എനിക്ക് ആ ഡേറ്റ് ഓർമ്മയുണ്ട്. 97 ജൂൺ മാസം 5-ാം തീയതി എൻ്റെ പാവപ്പെട്ട വീട്ടിൽ, തത്തമ്പിള്ളിൽ എൻ്റെ വീട്ടിൽ ഒരു സംഭവം ഉണ്ടാകുകയാണ്. പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനുമായി, ഈശോ മിശിഹായുമായി സ്വർഗം വിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പരിശുദ്ധ അമ്മ എൻ്റെ വലതു കൈയിൽ പിടിച്ച് ഈശോയെ പിടിച്ച് ഏൽപ്പിച്ചു. അമ്മ ഇങ്ങനെ പറഞ്ഞു കാണും. ഞാൻ ആലോചിക്കുകയാണ്, ആള് വലിയ മിടുക്കനൊന്നും അല്ല, ഒരു പൊട്ടനൊക്കെയാ, ഒരു വലിയ കഴിവൊന്നുമില്ല, പഠിക്കാനൊക്കെ പാടാ. പക്ഷേ അച്ഛനാക്കിയത് സഭയ്ക്ക് പ്രയോജനം ഉണ്ടാകും എന്ന് പറഞ്ഞു കാണും. ഞാനങ്ങ് വിചാരിക്കുക, ഈശോയോട് പറഞ്ഞു കാണും, ഈശോയോട് നാം മഹത്വപ്പെടുന്നൊക്കെ പറഞ്ഞു കാണും. എനിക്ക് കൊള്ളാം, ഈശോ എൻ്റെ വലത് കൈയിൽ മുറുകെ പിടിച്ചു. കർത്താവിനെ മഹത്വപ്പെടുത്താം, കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്നേഹമുള്ളവരെ,
ഞാനിത് പറയാതെ പോയാൽ അല്ലേ, ഞാനൊരു വൈദികനായി ഇന്നിവിടെ നിൽക്കുന്നെങ്കിൽ, ഞാൻ ഈ ഉറാറ ഇട്ടെങ്കിൽ, ഞാൻ ഇന്ന് രാവിലെ ബലിയർപ്പിച്ചെങ്കിൽ, ഞാൻ കൺവെൻഷൻ ഗ്രൗണ്ടിൽ പ്രസംഗിച്ചെങ്കിൽ, നിങ്ങളോട് ഇന്ന് പ്രസംഗിക്കുന്നെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കുമ്പസാരിപ്പിച്ചെങ്കിൽ, ഞാൻ കുദാശകൾ പരിഗണന ചെയ്യുന്നെങ്കിൽ, അതിൻ്റെ കാരണം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ്. പരിശുദ്ധ അമ്മയെപ്പറ്റി ഞാൻ പറയാതെ പോകുന്നത് അത് ഞാൻ കാണിക്കുന്ന നന്ദികേടാണ്. എനിക്കിത് പറഞ്ഞേ പറ്റൂ സ്നേഹമുള്ളവരെ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മുടെ അമ്മമാർ നമ്മളറിയാതെ നമുക്ക് വേണ്ടി ബാധിക്കാറുണ്ട്. നമ്മളറിയാതെ നമ്മൾക്ക് വേണ്ടി പലതും ശേഖരിച്ച് വെക്കാറുണ്ട്. ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഞാൻ ഡിഗ്രി മിനിസ്റ്റർ ചെയ്തത് ആസാമിലാണ്. ആസാമിൽ നിന്ന് ഞാൻ ഡിസംബർ മാസം 31-ാം തീയതിയാണ് ഞാൻ വീട്ടിൽ വരിക. ക്രിസ്മസിന് ശേഷം ഞാൻ വരിക. അപ്പോൾ എൻ്റെ അമ്മച്ചി മരിച്ചുപോയി. എൻ്റെ അമ്മ ക്രിസ്മസിന് വാങ്ങിയ ജിലേബിയും ക്രിസ്മസിന് വാങ്ങിയ കേക്കും എല്ലാം എനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചേക്കുകയാണ്. അമ്മയ്ക്ക് ആ മകനുള്ള സ്നേഹമാണല്ലേ. അതുപോലെ നമ്മൾ അമ്മമാർക്കിതറിയാം, മക്കൾ ഇത്ര സ്നേഹിക്കുന്നു. അപ്പോൾ അതുപോലെ പരിശുദ്ധ അമ്മ, നമ്മുടെ സ്വർഗീയ അമ്മയായ അമ്മ, നമ്മൾ പോലും അറിയാതെ പിതാവിൻ്റെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ, പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി എല്ലാം ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ അറിയാതെ പോയതായിരിക്കാം. ഇപ്പം ഞാൻ ഇത് 16 വർഷത്തിന് ശേഷമാണ് നമുക്ക് ഈ അമ്മയോടുള്ള ഒരു ഭക്തിയും സ്നേഹവും നമുക്ക് വളർത്താൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ യാത്രയിൽ നമുക്കറിയാം, ഈശോ മിശിഹായുടെ തിരുരക്തത്തിന് ജപമാലയും പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ ജപമാലയൊക്കെ ശക്തിയുള്ള പ്രാർത്ഥന നമുക്കറിയാം. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്കൊരു ശക്തമായൊരു തോന്നലുണ്ടാവുകയാണ്. ജനത്തോട് ഇങ്ങനെ പറയുക: നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി, ശാരീരിക രോഗങ്ങളുടെ വിടുതലിന് വേണ്ടി, നല്ല സ്വഭാവം ഉണ്ടാകുന്നതിന് വേണ്ടി, ദുസ്വഭാവങ്ങൾ വിട്ടുപോകുന്നതിന് വേണ്ടിയൊക്കെ ഇങ്ങനെ പറയാനായിട്ട് ആത്മ ഒരു പ്രേരണ തരികയാണ്. ഈശോ മിശിഹായുടെ രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കാൻ പറയുക, കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാൻ പറയുക, കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പം യേശുവിൻ്റെ, കർത്താവിൻ്റെ രക്തം, കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ആത്മാവ്, കർത്താവ് പറയാണ്, നീ അതൊരു ഒറ്റമൂലിയായി നീ പറഞ്ഞു കൊടുക്കുക എന്ന്. സ്നേഹമുള്ളവരെ, എനിക്ക് ഒറ്റമൂലി എന്നു അറിഞ്ഞുകൂടാ. ഞാൻ ആയുർവേദിക് മരുന്ന് ഉപയോഗിക്കാറേ ഇല്ല. ഞാൻ എപ്പോഴും പറയും, പണ്ട് ഇവിടെ ഈ വണ്ടാനമല്ലായിരുന്നു, പണ്ടിവിടെ കൊട്ടാരം എന്ന ഒരു ഹോസ്പിറ്റൽ പണ്ടുണ്ടായിരുന്നു ആലപ്പുഴയിൽ. പ്രായമുള്ളവർക്കെല്ലാം അറിയാം അല്ലേ? ആ കൊട്ടാരം ഹോസ്പിറ്റലിൽ ഒരുപക്ഷെ സ്ത്രീകളുടെ അല്ലാത്ത എല്ലാ വാർഡിലും ഞാൻ കടന്നു കാണും. അതുപോലെ കൊച്ചിലോട്ടെ ഒത്തിരി രോഗങ്ങളുണ്ടായിരുന്ന മനുഷ്യനാണ് ഞാൻ. അപ്പം എനിക്ക് എപ്പോഴും ഇംഗ്ലീഷ് മരുന്ന് എനിക്ക് അന്നും ഇന്നും പിടിക്കുകയുള്ളൂ, എനിക്ക് ആയുർവേദ മരുന്ന് പിടിക്കില്ല. പക്ഷേ ഈശോ എന്നോട് പറയുകയാണ്, നീ ഒറ്റമൂലി പ്രയോഗിക്കാൻ പറയുക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് അനുസരിക്കാത്ത മക്കൾ, വഴിതെറ്റിപ്പോകുന്ന മക്കൾ, തെറ്റായ ബന്ധങ്ങളുള്ള മക്കൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഈശോ ഒരു ഉൾക്കാഴ്ച തരികയാണ്. ഈശോ ഈ വാക്ക് ഉപയോഗിക്കുകയാണ്. അന്ന് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇല്ലാഞ്ഞ ഒരു ബ്രദർ എന്നോട് ചോദിക്കുകയാണ്, അച്ഛൻ ഇന്ന് എന്തെങ്കിലും ഒറ്റമൂലി ക്ലാസ്സിൽ പറഞ്ഞു എന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞു ബ്രദറെ, ഒരു ഒറ്റമൂലി ഈശോനെ കൊണ്ട് പറയിപ്പിച്ചു, ആത്മാവ് പറയിപ്പിച്ചു, വലിയ കുഴപ്പമുണ്ടോ? അല്ല, ആ ഒറ്റമൂലി ഉപയോഗിക്കാൻ ഈശോ പറയുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചു, ബ്രദർ എന്താണ് ഈ ഒറ്റമൂലി? അപ്പം ബ്രദർ പറഞ്ഞു വെച്ചാൽ ഇത് ആയുർവേദിക് രീതിയാണ്, ആയുർവേദ മരുന്നിൻ്റെ പ്രത്യേക രീതിയാണ്. അത് പെട്ടെന്ന് ഫലം ചെയ്യുന്നതും വലിയ ചിലവില്ലാതെ ഉപയോഗിക്കാൻ പറ്റിയതുമായിട്ടുള്ളൊരു സമ്പ്രദായമാണെന്ന് എനിക്ക് പറഞ്ഞിരിക്കുകയുണ്ടായി. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക സ്നേഹമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി പ്രാർത്ഥിക്കുക. കൂടെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ നിന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് ഒത്തിരി മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മുടെ കുടുംബത്തിലെ ഒരു വലിയ പ്രശ്നമാണ് സ്നേഹമുള്ളവരെ, നമ്മളെല്ലാം പ്രാർത്ഥിക്കും, സുവിശേഷം പ്രസംഗിക്കാനൊക്കെ പോകും, ശുശ്രൂഷയ്ക്കെല്ലാം പോകും, പറ്റുമെങ്കിൽ നമ്മൾ പക്ഷേ കൗൺസിലേഴ്സ് ആയിരിക്കും, പക്ഷേ ശുശ്രൂഷകരായിരിക്കും. പക്ഷേ നമ്മൾ സ്വഭവനത്തിൽ ഭയങ്കരമായി നമ്മളങ്ങ് ദേഷ്യപ്പെടും. ഒരിക്കൽ ഒരു ശുശ്രൂഷയ്ക്ക് പോയതാണ്. അവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ അച്ഛന് ഒട്ടും സുഖമില്ല, നടുവേദനയായിപ്പോയി. അപ്പോൾ ശുശ്രൂഷ മുഴുവൻ എന്നെ ഏൽപ്പിച്ചു. അന്നത്തെ കുർബാന, അന്നത്തെ ആരാധന, അന്നത്തെ ക്ലാസ്സെല്ലാം എന്നെ ഏൽപ്പിച്ചു. ഞാൻ ക്ലാസ്സിന് വേണ്ടി മാത്രം പോയതാ. പക്ഷെ അച്ഛന് സുഖമില്ലാഞ്ഞതുകൊണ്ട് അച്ഛൻ എന്നെ മുഴുവൻ ശുശ്രൂഷ ഏൽപ്പിച്ചു. അപ്പോൾ ശുശ്രൂഷയ്ക്ക് മുഴുവൻ സമയവും ഒരു സഹോദരൻ
എൻ്റെ അടുത്ത് വരും, എനിക്ക് വെള്ളം കൊണ്ട് തരും, എനിക്ക് നിങ്ങളുടെ ഭാഷയിലാണ് സ്പ്രിംഗ്ലർ കൊണ്ട് തരും, പിന്നെ എന്നതാ ധൂപമായിട്ട് ഇടയ്ക്ക് വന്ന് തരും, എല്ലാം ചെയ്യുന്നൊരു സഹോദരൻ. അപ്പം ഞാൻ ഈ സഹോദരൻ ദൈവം നല്ലൊരു മനുഷ്യൻ എന്നൊക്കെ മനസ്സിലാക്കുകയുണ്ടായി. ഞാൻ ശുശ്രൂഷ എല്ലാം പൂർത്തിയാക്കിയിട്ട് സംഗീതം ചെന്നപ്പോഴേക്കും അതിൻ്റെ ഭാര്യയെ മോളും കൊണ്ട് നിൽപ്പുണ്ട് അവിടെ. അപ്പം എനിക്ക് പറഞ്ഞു, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ ഭർത്താവ് ഒരു ക്ഷിപ്രകോപിയാണ്, എപ്പോഴും ദേഷ്യമാണ്. എൻ്റെ മകളുടെ +2 കഴിഞ്ഞു, അവളെ ഏത് കോഴ്സിന് പഠിപ്പിക്കാൻ വരണമെന്ന് എനിക്ക് എൻ്റെ ഭർത്താവായിട്ടൊന്ന് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല, അതുപോലെ ദേഷ്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരെന്താണ്, എന്ത് ചെയ്യാൻ? അച്ഛാ അച്ഛൻ്റെ കൂടെ ഇത്രയും എന്തിരുന്ന, ഞാൻ പേര് പറയുന്നില്ല, ആ സഹോദരൻ എൻ്റെ ഭർത്താവ്. ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ ദൈവമേ, ആ നല്ല മനുഷ്യനോ? അച്ഛാ ഇവിടെ നല്ല മനുഷ്യനാണ്, പക്ഷേ വീട്ടിലാള് ക്ഷിപ്രകോപിയാണ്. നമ്മുടെ എല്ലാം ഒരു പ്രശ്നമാണ് സഹോദരരെ, നമ്മൾക്കെല്ലാം ഒരു പ്രശ്നമാണ്. നമുക്ക് വീട്ടിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ നന്നായിട്ട് വ്യാപരിക്കാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങിയാൽ നമ്മൾ നല്ല മനുഷ്യരാണ്, സമൂഹത്തിൽ നല്ലവരാണ്, പ്രാർത്ഥനാലയത്തിൽ ഒത്തിരി സേവനം ചെയ്യുന്നവരാണ്, ഒത്തിരി നന്മ ചെയ്യുന്നവരാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്നവരുമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ദേഷ്യ സ്വഭാവത്തെ നമുക്ക് മറികടക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു പണ്ട്, എനിക്കും ഈ പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം 2007-നും 2010-നും ഇടയ്ക്ക്, കൃത്യം എനിക്ക് ഓർമ്മയില്ല, ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ഈശോ മിശിഹ എന്നോട് സംസാരിക്കുകയുണ്ടായി. എനിക്ക് ഈശോ ഒരു പ്രാർത്ഥന പറഞ്ഞു മക്കളെ. ആ പ്രാർത്ഥന ഇതാണ്: കർത്താവായ യേശുവേ ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. നീ ഈ പ്രാർത്ഥന നിരന്തരം ചെല്ലാൻ പറഞ്ഞു. ഈ പ്രാർത്ഥനയുടെ പേരെന്ന് നിങ്ങൾക്കറിയാവോ? ഈ പ്രാർത്ഥനയുടെ പേരാണ് ഈശോ പ്രാർത്ഥന. ഇംഗ്ലീഷിൽ ജീസസ് പ്രെയർ എന്ന് പറയും. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, ഈ പ്രാർത്ഥനയിൽ ഈശോ എന്ന നാമമുണ്ട്. ഇതൊരു വചനമാണ്, ഇതൊരു സുഹൃതജീവമാണ്, ഇതൊരു പ്രാർത്ഥനയാണ്, ഭയങ്കര ശക്തിയുള്ള പ്രാർത്ഥനയാണ്. ഒരു സാധകന്റെ സഞ്ചാരം എന്നുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന് മുഴുവനും ഈ പ്രാർത്ഥനയെ പറ്റി പറയാം. ഇത് ഹിന്ദു പബ്ലിക്കേഷനാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കിട്ടിയത് വെച്ച് വായിക്കണം. ഒരു സാധകന്റെ സഞ്ചാരം, ഒരു മനുഷ്യൻ എപ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കണം അന്വേഷിച്ച് പോകുമ്പോൾ ആ മനുഷ്യനെ ഒരു ഗുരു സഹായിച്ചിട്ട് ഒരു ദിവസം 10,000-ലധികം പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലാൻ ആ മനുഷ്യന് പറ്റുന്നുണ്ട്. കർത്താവായ യേശുവേ ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണം. നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലിക്ക് പോകുന്ന കർത്താവായ യേശുവേ ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണം. ചൊല്ലിക്ക്, കർത്താവായ യേശുവേ ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. സ്നേഹമുള്ളവരെ, ഞങ്ങൾ വീട്ടിലൊക്കെ കൊച്ചിന് ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ സ്വന്തം അപ്പൻ ജോസഫ് എന്നായിരുന്ന പേര്, ജോസഫേട്ടെന്ന് വിളിക്കുമായിരുന്നു. അദ്ദേഹം ഒരിക്കലും ദേഷ്യപ്പെടില്ലായിരുന്നു, ഒരിക്കലും ദേഷ്യപ്പെടില്ല. അപ്പം അച്ചായൻ ഞങ്ങളോട് പറയും, മക്കളെ ദേഷ്യപ്പെടരുത്, ദേഷ്യം പിശാച്ചാന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്ന് കളിയാക്കും, പിന്നെ ദേഷ്യം പിശാച്ചെന്ന്. പക്ഷേ ഈ 2.5-3-4 മാസം ഞാൻ നിരന്തരമായി ഈ പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ദേഷ്യം കുറേ അങ്ങ് മാറി. ഒരു ദിവസം എന്നോട് കർത്താവ് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടോ? അപ്പം ഈശോയെ എനിക്ക് അറിഞ്ഞുകൂടാ. ഈശോ പറഞ്ഞ ഒരു മറുപടി, ഒരു വാചകം ഇതായിരുന്നു: ഞാൻ നിന്നെ ആ തിന്മയിൽ നിന്ന് മോചിപ്പിച്ചു, എന്നെ ആ തിന്മയിൽ നിന്ന് വിടുതൽ തന്ന് അനുഗ്രഹിച്ചു എന്ന് ഈശോ പറയുക. അപ്പം എനിക്ക് മനസ്സിലായി, അച്ചായ പറഞ്ഞ് ശരിയാ, നിരന്തരമായിട്ടുള്ള ക്ഷിപ്രകോപ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നയിക്കലല്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയെ കാണുന്നപ്പോഴേ പറയണം, അച്ഛാ വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എപ്പോഴും എൻ്റെ ഭർത്താവിന് ദേഷ്യമാണ്. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എപ്പോഴും ദേഷ്യമാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള സഹോദരങ്ങളും സഹോദരങ്ങളൊക്കെ പലപ്പോഴും ഈ കുമ്പസാരിക്കേണ്ടി വരുമ്പോൾ പറയുന്നൊരു പ്രശ്നം, അച്ഛാ എൻ്റെ ദേഷ്യം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അപ്പനോടും എൻ്റെ അമ്മയോടും പ്രായം ഉള്ളവരോടൊക്കെ അങ്ങ് ദേഷ്യപ്പെടുക. ഞാൻ മോടെ വീട്ടിൽ കുഴപ്പമില്ല, മോടെ അപ്പനും അമ്മയല്ലേ, പക്ഷെ മോള് വിവാഹം ചെയ്ത് പോകുമ്പോൾ അവിടെ നിന്ന് സ്വീകരിക്കപ്പെടണമെന്നില്ല. മോള് വിവാഹത്തിന് മുമ്പ് മാറണം. മോളൊരു ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ജോലി സ്ഥലത്തുള്ള മോടെ MD, മോടെ മാനേജർ, മോടെ മേലുദ്യോഗസ്ഥർ, കൂടുതലുള്ളവരൊന്നും അംഗീകരിക്കുന്നത് പറ്റുന്നവരില്ല. അതുകൊണ്ട് മക്കൾ ഇതിൽ നിന്ന് മാറണം ഉപദേശിക്കാറുണ്ട് സ്നേഹമുള്ളവരെ. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ പ്രാർത്ഥനയിൽ നമ്മുടെ മനസ്സിനെ വിശുദ്ധീകരിക്കണം. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും വിശുദ്ധീകരിക്കപ്പെടും. പ്രാർത്ഥനയെല്ലാം
കർത്താവായ യേശുവേ ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ചൊല്ലിക്കേ, കർത്താവായ യേശുവേ ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ചൊല്ലിക്കേ, കർത്താവായ യേശുവേ ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെ പറ്റി പഠിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു ഗുണമായിരുന്നു, അമ്മ എല്ലാം അങ്ങ് സമർപ്പിച്ചു. അമ്മയുടെ സമർപ്പണം, ഈശോമിശിഹായുടെ സമർപ്പണം ഇങ്ങനെ കുറച്ച് മാറ്റിവെച്ചുള്ള അന്യാസിനെ സഭയിലെ പോലുള്ള സമർപ്പണമൊന്നും ആയിരുന്നില്ല. പൂർണ്ണമായ സമർപ്പണമായിരുന്നു, വിട്ടുവിടുന്ന സമർപ്പണം. എന്തും വരട്ടെന്ന് കരുതിക്കൊണ്ടാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന സമയത്ത് യഹോവ നിയമം അമ്മയ്ക്കറിയാം. യഹോവ നിയമം അനുസരിച്ച് തൻ്റെ ഭർത്താവ് പറയുകയാണ്, ഇവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് വേശ്യാവൃത്തിയിലാണെന്ന് പറഞ്ഞാൽ അവിടെ ഭൂമിയിൽ കുഴി കുഴിക്കും. ആ കുഴിയിലേക്ക് ആ സ്ത്രീയെ ഇറക്കി നിർത്തും. കഴുത്ത് മാത്രം മുകളിൽ കാണും, തല മുകളിൽ കാണും, ഒക്കെ എല്ലാം മൂടും. അതിനുശേഷം കല്ലെറിയും. കല്ലെറിഞ്ഞ് ആ സ്ത്രീയെ കൊല്ലും. അവിടെ എഴുതി വെക്കും, വേശ്യയായ മറിയം. അത് യഹോവ നിയമമാണെന്ന് അറിയാം. കാരണം അമ്മ വളർന്നത് ദേവാലയത്തിലാണ്. അമ്മ പഠിച്ച ആളാണ്, നമുക്ക് ജ്ഞാനമുണ്ട്. പക്ഷെ അമ്മ അതൊന്നും ചിന്തിക്കുന്നില്ല. അമ്മ പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ സംഭവിക്കട്ടെ. സ്നേഹമുള്ളവർ, നമ്മൾ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ, ഈ ക്ലാസ് പൂർത്തിയാകുമ്പോൾ, ഈ ആരാധന പൂർത്തിയാക്കുമ്പോൾ നമുക്കൊന്ന് സമർപ്പിക്കാൻ ശ്രമിക്കാം. പൂർണ്ണമായിട്ട് സമർപ്പിക്കും മക്കളെ. നിങ്ങളുടെ പ്രതിസന്ധികളും ഭാരങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും വേദനകളും യാതൊരു എല്ലാം അങ്ങ് സമർപ്പിച്ചങ്ങ് പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ഫിലോസഫി പഠനം കഴിഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാൻ ദൈവശാസ്ത്രം പഠിക്കാനായിട്ട് ഞാൻ ഉജ്ജയിനിലേക്ക് പോയി. ഉജ്ജയിനിൽ MST കാർഡ് സെമിനാരി ഞാൻ പഠിക്കുകയാണ്. എനിക്ക് ഫിഷറിങ് എന്ന് പറയുന്ന രോഗമുണ്ടായി. ഈ രോഗം വല്ലാതെ മൂർച്ഛിച്ചു. എനിക്ക് അസഹനീയമായ വേദനയായി. ഈ നോക്കുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പല്ല് ഉപദേശിച്ചു, ഓപ്പറേഷൻ ചെയ്യണം, മധ്യപ്രദേശ് ചെയ്യണ്ട, നാട്ടിൽ പോയി ചെയ്യാൻ പറഞ്ഞു. അപ്പം നാട്ടിൽ വന്ന് ഓപ്പറേഷൻ ചെയ്താൽ എൻ്റെ വർഷം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് നേരത്തെ പറഞ്ഞിരുന്നു, നിൻ്റെ മാതാപിതാക്കൾക്ക് ഇനിയും അധികം ആയുസില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഭയമായി. ഞാൻ നാട്ടിൽ വന്ന് ഓപ്പറേഷൻ ചെയ്താൽ എൻ്റെ ഒരു വർഷം നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ പട്ടത്തിന് എൻ്റെ പേരൻസ് കാണുമോ ഇല്ലയോ എന്നുള്ള ചിന്ത എന്നെ അങ്ങോട്ട് അലട്ടിയിട്ട് ഞാൻ ഓപ്പറേഷൻ സമ്മതിച്ചില്ല. അങ്ങനെ എൻ്റെ രോഗം വല്ലാതെ മൂർച്ഛിച്ചു. അച്ഛന്മാർക്ക് പേടിയായി, എൻ്റെ ജീവൻ തന്നെ പോകുമെന്ന് പേടിയായി. അച്ഛന്മാർ മീറ്റിംഗ് കൂടി. അവസാനം എന്നോട് അന്നത്തെ വൈസ് സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, ജോഷിയെ ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയുന്നത് അനുസരിച്ചോണം, അങ്ങോട്ട് അഭിപ്രായമൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഞാൻ പഠിക്കുന്ന സെമിനാരിയിൽ ഇത്രയും വലിപ്പമില്ലാത്ത ഒരു ചാപ്പലുണ്ട്. ഞാൻ ചാപ്പലിൽ കയറി ജനലും വാതിലും എല്ലാം മൊത്തം അങ്ങ് അടച്ചു. ഇത് ഞാൻ സെൻറ്ററിൽ വന്ന് ഞാനിങ്ങനെ കമന്ന് നീണ്ട് നിവർന്ന് ഞാൻ കിടന്നു. ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഏതോ ചവറ്റുകൊട്ടയിൽ കിടന്ന എന്നെ നീ കഴുകിയെടുത്ത് നീ എന്നെ പരിശീലിപ്പിച്ച് ഉടുപ്പ് തന്ന് ഇപ്പം ഞാൻ കുർബാന കൊടുക്കുന്നുണ്ട്. അത്രയും നീ ആക്കി. ആ ഈശോയുടെ ഇഷ്ടം പോലെ ആകട്ടെ എൻ്റെ ജീവിതം. എനിക്ക് ഓപ്പറേഷൻ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. എൻ്റെ ഓപ്പറേഷൻ നടക്കണമെന്നും എൻ്റെ പേരൻസ് മരിച്ചു കഴിഞ്ഞാൽ പട്ടം മതി എന്നാണ് നിൻ്റെ ഹിതമെങ്കിൽ സംഭവിക്കട്ടെ. പക്ഷേ എൻ്റെ ഹിതം അതല്ല. എൻ്റെ ഇഷ്ടം എൻ്റെ പട്ടം കഴിഞ്ഞ് ഒരു മരിക്കാവും, അതുകൊണ്ട് ഓപ്പറേഷൻ മാറ്റി വെക്കണം. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഇങ്ങനെ ഇരിക്കുമ്പോൾ പീറ്റർ വട്ടപ്പാറ അച്ഛൻ വന്ന് എന്നെ കൊട്ടി വിളിച്ചു. എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴേക്കും നമുക്കറിയാം, അവിടെയൊക്കെ നമുക്കിങ്ങനെ ലോഹം ഇട്ടിട്ട് നടക്കാൻ പറ്റില്ല. ഒറീസയിലായിരുന്ന സമയത്ത് ഞാൻ സബ് ഡീക്കനാണ്. ഒറീസയിലായിരുന്നപ്പോൾ എന്നോട് അവിടുത്തെ ജനം പറഞ്ഞു, അച്ഛാ, ഇവിടെ ഒരു പ്രഖ്യാപനമുണ്ട്. വൈദികരോ സന്യസ്തരോ ഔദ്യോഗിക വേഷത്തിൽ യാത്ര ചെയ്ത് എന്തെങ്കിലും അപകടമുണ്ടായാൽ ഗവൺമെൻറ് ഉത്തരവാദിത്തത്തിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ലോഹം ഇടരുതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ലോഹം ഇട്ടൊരു വെടികൊള്ളും, ഉറപ്പാ. അപ്പം അച്ഛനായിട്ടില്ല ഞങ്ങൾ. അപ്പം അതുകൊണ്ട് ഞാൻ ലോഹം ഇടാതാണ് എന്നെ കൊണ്ടുപോയത്. അച്ഛൻ ലോഹം ഇട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ അവിടെ പോയി ഇങ്ങനെ ഡോക്ടറിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പം എനിക്ക് മുമ്പുള്ള ആൾ അകത്തോട്ട് കയറി ഞാനിങ്ങനെ നിൽക്കുന്നു. ആ സമയത്തൊരു പ്രായമുള്ള സിസ്റ്റർ നടന്ന് എൻ്റെ അടുത്തേക്ക് വരിക. എന്നിട്ട് ചോദിച്ചു, എൻ്റെ ഭയങ്കര ദുഃഖമുണ്ടല്ലോ മുഖത്ത്. ഞാൻ പറഞ്ഞ്, ഉണ്ട്. മലയാളിയാണോ? ഞാൻ പറഞ്ഞു, അതെ. അച്ഛനാകാൻ പഠിക്കുന്ന ബ്രദറാണോ? ഞാൻ പറഞ്ഞു, അതെ.
ഞങ്ങൾ ആദ്യം കാണുക. അപ്പോൾ ഈ ഉജ്ജയിനിൽ മൈനസ്മാരി ഉണ്ട്, ഫിലോസഫി ഉണ്ട്, തിയോളജി ഉണ്ട്. എന്നോട് ചോദിക്കുക, തിയോളജി ആണോ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു അതെ. എന്ത് പറ്റി? ഞാൻ സിസ്റ്റർ എനിക്കിങ്ങനെ ഒരു രോഗമുണ്ട്, സീരിയസ് ആണ്, ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, ഞാനും കൂടെ അകത്തേക്ക് കൂടെ കയറാം എന്നാ സിസ്റ്റർ പറയുക. എനിക്ക് സിസ്റ്റർ പരിചയമൊന്നുമില്ല, അതിട്ട് കാണുകയാണ്. അപ്പം ഒരു രോഗി ഇങ്ങനെ കിടത്തിയിട്ട് ഡോക്ടർ നോക്കിയിട്ട് രോഗി ഇറങ്ങിപ്പോകുന്നു, ഡോക്ടർ നിൽക്കുന്നു, നിങ്ങൾ അകത്തോട്ട് കയറുന്നു. എന്നെ കണ്ട ഉടനെ ഈ ഡോക്ടർ പറയുകയാണ്, ഡോക്ടർ ഒരു വിജാതീയനാണ്, ക്രിസ്ത്യാനിയല്ല. ഈ ഡോക്ടർ പറയുകയാണ്, ദിസ് ബദർക്കോ ഓപ്പറേഷൻ കണ്ണപ്പെടുക എന്ന് പറയുകയാണ്. അപ്പോൾ സിസ്റ്റർ പോയി എന്തോ സംസാരിച്ചു. ആ ഡോക്ടർ എനിക്കൊരു 45 രൂപ എന്നെൻ്റെ ഓർമ്മ ഒരു ഓയിൻമെൻറ്റ് കുറിച്ച് തന്നു. ഞാൻ ഈ ഓയിൻമെൻറ്റ് പുരട്ടി 3-ാം ദിവസം ഞാൻ ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായും വിമുക്തനായി. സ്നേഹമുള്ളവരെ, ഞാൻ അച്ഛനായി. എൻ്റെ പട്ടം എൻ്റെ അപ്പനും അമ്മയും ഇരുന്ന് കൂടി. പിറ്റേ വർഷം എൻ്റെ അമ്മ മരിച്ചു, പിറ്റേ വർഷം എൻ്റെ അച്ചായനും മരിച്ചു. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ പട്ടം കൂടി ശേഷം 2 പേരും മരിച്ചു. എനിക്ക് സമാധാനമായി. എൻ്റെ ആഗ്രഹം അത് മാത്രമേ ഉള്ളായിരുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം ഞാനിങ്ങനെ പള്ളി പ്രസംഗിക്കുമ്പോൾ ഇവിടെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയാണ്, ഞാൻ അയച്ചൊരു മാലാഖ ആയിരുന്നു ആ സിസ്റ്റർ, നീ എന്തുകൊണ്ട് ഇത് പ്രസംഗത്തിൽ പറയുന്നില്ല എന്ന്. അപ്പോൾ ഈശോ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആ വെയിലൊന്നും തൊടത്തില്ലായിരുന്നോ? ഒന്നുമില്ലെങ്കിൽ അല്ലേ? അപ്പം എനിക്ക് മനസ്സിലായ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മൾ പരിശുദ്ധ അമ്മയെ പോലെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ഈശോ നമുക്ക് വേണ്ടി മാലാഖമാരെ തക്ക സമയത്ത് അയക്കും. നമ്മുടെ യാത്ര സ്വർഗീയ യാത്രയാണെങ്കിൽ ഈശോ നമുക്ക് വേണ്ടി വിശുദ്ധരെ അയക്കും. ആ ഈശോ നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെ അയക്കും. വീണ്ടും നമ്മുടെ യാത്ര സ്വർഗോന്മുഖമാണെങ്കിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈശോ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ ഈശോ തന്നെ ഇറങ്ങിയൊരു അനുഭവം നമുക്ക് ഉണ്ടാകും. എനിക്കുണ്ടായിട്ടുണ്ട്, ഇതെല്ലാം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചുമ്മാ എനിക്ക് സമയമില്ല, ഞാൻ അവിടെ 2 മിനിറ്റ് നിർത്തുകയാണ്. ഈശോ തന്നെ എന്നെ ലക്നൗ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ, ലക്നൗ യാത്ര രാത്രി 1:20 ഈശോ മിശിഹ വന്ന് എന്നെ അവിടെ ഉണർത്തി, എന്നെ ആ ട്രെയിനിൽ നിന്ന് ഇറക്കി. കാരണം രാവിലത്തെ പ്ലെയിൻ നാട്ടിലേക്ക് പോകേണ്ട സമയത്ത്, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയ സമയത്ത്. അപ്പം നമ്മുടെ